ഇന്നത്തെ ഒരു ഹോം ടൂർ വീഡിയോ ആയിക്കോട്ടെ. ഇവിടുത്തെ ലിഫ്റ്റ് 27 നിലയുടെ ഫ്ലാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു മുംബൈയിൽ വരാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. പിന്നെ ഇതാണ് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം. ഇതാണ് ഞങ്ങളുടെ പഞ്ചാബികളുടെ ഗുരുദേവ്. ഇതാണ് ഞങ്ങൾ പൂജിക്കുന്നത്. അതുപോലെ ഇത് ഹോളിലുള്ള ബാൽക്കണിയാണ് കേട്ടോ. ചെറിയൊരു ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിലാണ് ഞങ്ങൾ ചെടികളൊക്കെ നടുന്നത്. നമുക്കിവിടെ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാൽക്കണി തന്നെയാണ് ചെടിയൊക്കെ വരുന്നത്. ഇതിനകത്ത് പൂവുണ്ട്. ഇതിൽ 2 റോസൊക്കെ വന്നിരുന്നു കേട്ടോ. അതിലൊന്ന് ഞാൻ ഭഗവാന്റെ പൂജ സമയത്ത് വെച്ചിരുന്നു. ഇതാണ് നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഗണപതി വരുന്നില്ല, അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹോള് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത് ഹോളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അത് നമ്മളെ ഡൈനിങ് ടേബിള്. ഇതിനകത്ത് ഞാൻ ചെടി വെച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇനി ഇതിനകത്ത് ഫിഷ് ഇടാവുന്നുള്ള ഒരു ഇതാണ്. ഫിഷ് ടാങ്കിന് വാങ്ങിക്കുന്നതിനെക്കാട്ട് ഇതിനകത്ത് താമരക്കുളം പോലൊരു ഇതുണ്ടാക്കാൻ ഇതിനകത്ത് ഫിഷ് ഇടാവുന്നുള്ള ഇതിലാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിള്ളേർ സമ്മതിക്കത്തില്ല, എങ്കിലും അത് ഇടാവുന്നുണ്ട്. ഇത് ജെല്ലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് കേട്ടോ. ഇതെപ്പോഴും വീട്ടിൽ സ്റ്റോക്കുണ്ട് ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊരു ബെഡ്റൂമേ. ഇതാണ് ഒരു ബെഡ്റൂം. ഒരു ബെഡ് സോഫയാണ് കേട്ടോ. ഇത് കിടക്കാൻ നേരത്തെ ഇത് മൂർത്തി വെച്ചിട്ട് പിന്നെ ഇതേപോലെ സോഫായിട്ട് വയ്ക്കാവുന്നതാണ്. പിന്നെ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് കേട്ടോ. ഗാർഡൻ്റെ കാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ കിച്ചണാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ കിച്ചണൊന്നുമല്ല, ഒരു ചെറിയൊരു കിച്ചണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കിച്ചണാണ്, വലിയ കിച്ചണൊന്നുമല്ല, ചെറിയ കിച്ചണാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. കിച്ചൺ നാട്ടിലെ പോലെ വലിയ കിച്ചണൊന്നുമില്ല. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കിച്ചണുകളൊക്കെ തന്നെയാണ്. ചെറിയ കിച്ചണാണ് എല്ലാം. അങ്ങനെ എല്ലാ ഫ്ലാറ്റിലും അങ്ങനെ തന്നെയാണ്, ചെറിയ ചെറിയ കിച്ചണുകളാണ് എല്ലാം. പിന്നെ എല്ലാ സെറ്റിങ്ങും ഉണ്ട്. നമുക്ക് ഇതേപോലത്തെ എല്ലാ പാത്രങ്ങൾ വയ്ക്കാനും അങ്ങനെയുള്ള എല്ലാ ഉണ്ട് ഇതിനകത്ത്. അല്ലേ, എല്ലാ സെറ്റിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിൻ്റെ അടുത്ത് നിങ്ങോട്ട് വരുന്നുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് വർക്ക് ഏരിയയാണ്. ഇത് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ, വാഷിംഗ് മെഷീനും നമ്മളെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ബാൽക്കണി എന്ന് പറയാൻ വർക്ക് ഏരിയയാണ്. അതാണ് ഇത്. അപ്പോൾ കണ്ടല്ലോ, അടുക്കള കണ്ടല്ലോ. ഇതാണ് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തന്നെ. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. അടുത്ത ബെഡ്റൂമിലോട്ട് പോകാനുള്ളൊരു പാസേജാണ്. പിന്നെ ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇത് കോമൺ ബാത്റൂമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ബെഡ്റൂം. ഇതാണ് നമ്മുടെ വേറൊരു ബെഡ്റൂം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ എല്ലാ കബോർഡ് ഇതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. ഭിത്തിയിൽ തന്നെ നമ്മളെല്ലാം ഫർണിച്ചർ അറേഞ്ച് ചെയ്തിരുന്നു, കബോർഡുകൾ. കാരണം ഇവിടെ മറ്റുള്ള അലമാരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാണ് എല്ലാം ഭിത്തിയിൽ തന്നെ നമുക്ക്. അപ്പോൾ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തന്നെ അലമാരി സെറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് നമ്മുടെ അറ്റാച്ച് ബാത്റൂം. ഇത് അറ്റാച്ച് ബാത്റൂം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനാണിത്.
ഞാൻ മിക്കപ്പോഴും ലൈവ് ഇടുന്നത് ഇവിടെ ഇരുന്നുള്ളതാണ്. അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ, ഇവിടെ മെട്രോ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് മെട്രോ പണിയാണ്. ഇതിപ്പോൾ മെട്രോ 2 വർഷമായി തുടങ്ങിയിട്ട് എന്ന് തീരുമെന്നറിയത്തില്ല. മെട്രോയുടെ പണിയാണ് നടക്കുന്നത്. നല്ല കാഴ്ചയല്ലേ? ഞാനിവിടെ ഇരുന്നാണ് ഈ ലൈവൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഹോം ടൂറിൻ്റെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ.